സ്വർണം കട്ടിയോ ആഭരണമായോ അല്ലെങ്കിൽ കോയിനായോ വാങ്ങാതെ ഇലക്ട്രോണിക് രൂപത്തിൽ നിക്ഷേപിക്കാനും വിൽക്കാനും കൈവശം വെക്കാനും കഴിയുന്ന സംവിധാനമാണ് ഡിജിറ്റൽ ഗോൾഡ്. അതായത് ഇറക്കുമതിക്കാർ സ്വർണം വാങ്ങി സുരക്ഷിതമായ ലോക്കറുകളിൽ സൂക്ഷിക്കുകയും ഫിൻടെക് പോലുള്ള ഇടനിലക്കാർ ആപ്പിലൂടെ വിൽക്കുകയും ചെയ്യുന്ന സാധാരണയായിട്ട് 24 ക്യാരറ്റ് ശുദ്ധിയുള്ള സ്വർണ്ണമാണ് വിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സംഭരണ ഫീസ്, അതുപോലെ പ്ലാറ്റ്ഫോമിന്റെ നിരക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ സ്വർണത്തിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതലായിരിക്കും ഡിജിറ്റൽ ഗോൾഡിന്റെ വില. പേടിഎം, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ചില ജ്വല്ലറികൾ വഴിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനും ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം. ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് മേടിച്ച് സൂക്ഷിക്കുന്നതിനും അതായത് സുരക്ഷിതമായിട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ പ്ലാറ്റ്ഫോമുകൾ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു രൂപ മുതൽ 10 രൂപ വരെ കുറഞ്ഞ തുകയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് നിക്ഷേപിക്കാനുള്ള അവസരവും അതിലുണ്ട്. പിന്നെ ചെറിയ ഫ്രാക്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് അംശങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്വർണ്ണം വാങ്ങാനുള്ള അവസരമുണ്ട്. സമയക്രമം ഇല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മേടിക്കാം, എപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ നല്ല വശങ്ങൾ. ഇനി കുറച്ച് ദോഷവശങ്ങൾ ഇതിനുണ്ട്. അതായത് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒന്നും സെബിയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്തില്ല ഒരു റെഗുലേറ്ററി സംവിധാനങ്ങളുടെ ഒരു മേൽനോട്ടം, അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പൊ എല്ലാത്തിലും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ റെഗുലേറ്ററി സംവിധാനങ്ങൾക്ക് പുറമേ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ആ നിക്ഷേപ പ്ലാറ്റ്ഫോം നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് തകർന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു എക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് നമ്മളിത് മേടിക്കുന്നതെങ്കിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആപ്പുകളുണ്ട്, പോപ്പുലർ അല്ലാത്ത ആപ്പുകളുണ്ട്. അപ്പോൾ അതിലൊരു ആപ്പ് വഴി നമ്മൾ മേടിച്ചിട്ട് ആ ആപ്പ് തകർന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗോൾഡ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് നമുക്കത് വിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പ്രമുഖരായിട്ടുള്ള ജ്വല്ലറികളോ അല്ലെങ്കിൽ ആപ്പുകളോ ഒക്കെ നമുക്ക് ഈ തുല്യമായിട്ടുള്ള സ്വർണം സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ചെറിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ കാര്യത്തിൽ അത്ര ഉറപ്പില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ ചാർജ് ഈടാക്കുന്നതിനായിട്ട് ഗോൾഡിന്റെ യഥാർത്ഥ വിലയേക്കാൾ ഒരു പക്ഷേ എന്ത് ചെയ്യാം 2-3% വരെയൊക്കെ ഡിജിറ്റൽ ഗോൾഡിന്റെ വില കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന് പുറമെ ഈ സ്വർണം വാങ്ങാനുള്ള GST കൂടെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ സുരക്ഷിതമായിട്ടുള്ള മറ്റു ഓപ്ഷൻ, ഇപ്പൊ നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുകൾ അത്ര സുരക്ഷിതമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സുരക്ഷിതമായിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, ഗോൾഡ് ETF-കൾ. അടുത്തത് ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്താണ് ഗോൾഡ് റെസീറ്റ്സ് ഉണ്ട്, അതും കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്, അതായത് ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വഴിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുണ്ട്. ആ കോൺട്രാക്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്വർണ്ണത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് എല്ലാം ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് കുറച്ചും കൂടി ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസമാണ് ഗോൾഡിൽ. അപ്പൊ ഇവയെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാനും ഇതുപോലുള്ള അറിവുകൾക്കുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം, മറക്കരുത്.